നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃശൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അതിപുരാതനമായ ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പൂങ്കുന്നത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂങ്കുന്നം ശിവക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു അതിപുരാതനമായ ക്ഷേത്രമാണ്. വടക്കുംനാഥ ക്ഷേത്രവുമായി അഭേദ്യമായൊരു ബന്ധവും ഈ ക്ഷേത്രത്തിനുണ്ട്. ഉമാമഹേശ്വരന്മാർ പരിലസിക്കുന്ന ഈ അതിപുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ച് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ നഗരപരിധിക്കുള്ളിൽ പൂങ്കുന്നത്ത് വിവേകാനന്ദ വിജ്ഞാന കേന്ദ്രത്തിന്റെ മുമ്പിലായി പൂങ്കുന്നം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കകം അതിവിശാലമാണ്. 108 ശിവാലയ നാമസ്തോത്രത്തിൽ പൊങ്ങണം എന്ന നാമത്തിലാണ് ഈ ക്ഷേത്രത്തിനെ പരാമർശിച്ചിരിക്കുന്നത്. 108 ശിവാലയങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന തൃശ്ശിവപേരൂരിൻ്റെ മുഖമുദ്രയായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രവുമായി ഈ പുരാതന ക്ഷേത്രത്തിനൊരു ബന്ധമുണ്ട്. കടലിൽ നിന്നും മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത ഭൂമിയിൽ കൈലാസനാഥന്റെയും ശ്രീ പാർവതീദേവിയുടെയും സാന്നിധ്യം വേണമെന്ന് പരശുരാമ മഹർഷി പ്രാർത്ഥിച്ചതിൻ പ്രകാരം ഭഗവാനും ഭഗവതിയും പരിവാരങ്ങൾ സമേതം കൈലാസത്തിൽ നിന്നും പുറപ്പെടുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായി ഉമാമഹേശ്വരന്മാർ ആദ്യം വന്നിരുന്നത് ഈ പുണ്യഭൂമിയിൽ ആയിരുന്നുവത്രേ. ഇവിടെ വിശ്രമിക്കുന്ന നേരത്ത് ഇതിലും അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്തുവാനായി ശിവഭൂതഗണങ്ങളിൽ ഒരാളായ സിംഹോദരനെ നിയോഗിച്ചു. സിംഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സിംഹത്തിൻ്റേതുപോലെയുള്ള ഉദരത്തോടുകൂടിയവൻ അഥവാ വയറോടുകൂടിയവൻ എന്നാണ്. സിംഹോദരൻ വടക്കുംനാഥ ക്ഷേത്രഭൂമിയിലെത്തി നല്ലൊരു സ്ഥലം നോക്കി അവിടെ അങ്ങനെ ഇരുന്നു പോയിത്രേ. സിംഹോദരനെ കാണാതെയായപ്പോൾ ശിവപാർവതിമാർ തന്നെ സ്വയം എഴുന്നള്ളി വടക്കുംനാഥ ക്ഷേത്രഭൂമിയിൽ എത്തിച്ചേർന്നു. സിംഹോദരൻ്റെ ആ പ്രവൃത്തിയിൽ ഭഗവാന് ചെറിയ നീരസം തോന്നിയെന്നും അതിനാലാണ് ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പിറകിൽ സിംഹോദരന് സ്ഥാനം കിട്ടിയതും എന്നൊക്കെ കഥകളുണ്ട്. സിംഹോദരനെ തൊഴുതു കഴിഞ്ഞാൽ വടക്കു പടിഞ്ഞാറേ ഭാഗത്ത് നാലമ്പലത്തിൻ്റെ ചുമരിലുള്ള ദ്വാരത്തിൽ കൂടി വടക്കുംനാഥൻ്റെ ശ്രീകോവിലിൻ്റെ താഴികക്കുടം വന്ദിക്കുന്ന പതിവ് ഇന്നും ഭക്തജനങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട്. എന്തായാലും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ ശിവപാർവതിമാർ ഇവിടെ വിശ്രമിക്കുന്നു എന്നറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന പരശുരാമ മഹർഷി ഭഗവാനെയും ഭഗവതിയെയും ഈ പുണ്യഭൂമിയിൽ വെച്ച് ആരാധന നടത്തി അഥവാ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. അങ്ങനെ ഈ മഹാദേവ ക്ഷേത്രം 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മിതി അതിമനോഹരവും പ്രൗഢഗംഭീരവുമാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള വട്ട ശ്രീകോവിലിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലേതുപോലെ തന്നെ പടിഞ്ഞാറ്റ് ദർശനമായിട്ടാണ് കൈലാസനാഥൻ പരിലസിക്കുന്നത്. അതീവ ദിവ്യമായ ശിവലിംഗത്തിൽ ചന്ദ്രക്കലകളും തൃക്കണ്ണുകളുമൊക്കെ ധരിച്ച് മംഗളസ്വരൂപനായി പ്രപഞ്ചപിതാവ് ദിവ്യമായ പ്രകാശത്തെ പ്രവഹിപ്പിച്ചുകൊണ്ടങ്ങനെ ദർശനമരുളുന്നു. ശ്രീകോവിലിനു മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശ്വരൻ തൻ്റെ ആ പ്രിയപ്പെട്ട സ്വാമിയെ എപ്പോഴും ഇങ്ങനെ ദർശിച്ചുകൊണ്ട് കുടികൊള്ളുന്നുണ്ട്. ചതുരാകൃതിയിലുള്ള നമസ്കാര മണ്ഡപവും വട്ട ശ്രീകോവിലും പ്രൗഢഗംഭീരമായ നിർമ്മിതികളാണ്. ഇതേ ശ്രീകോവിലിൽ തന്നെ നേരെ പിറകിലായി കിഴക്കോട്ട് ദർശനമരുളിക്കൊണ്ട് ശ്രീ പാർവതീദേവി കുടികൊള്ളുന്നുണ്ട്. ദിവ്യമംഗള സ്വരൂപിണിയായി തേജോമയിയായി ഹിമവൽ പുത്രിയായ അമ്മ പരിശോഭിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ക്ഷേത്രം കിഴക്കിനിയേടത്ത് മനവകയായിരുന്നു. പൂങ്കുന്നത്ത് സാന്നിധ്യം ചെയ്ത മഹാദേവനും ദേവിക്കും ആദ്യമായി പൂജ ചെയ്ത് നിവേദ്യം സമർപ്പിച്ചത് കിഴക്കിനിയേടത്ത് മനക്കലെ വലിയ തിരുമേനിയാണ് എന്നൊരു വിശ്വാസമുണ്ട്.
ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. വടക്കുംനാഥനെ ദർശിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ വന്നു തൊഴുതാൽ ഫലം കിട്ടുമെന്നും പഴമക്കാർ വിശ്വസിക്കുന്നു. നാലമ്പലത്തിനകത്ത് ഗണപതി പ്രതിഷ്ഠയുണ്ട്. പാർത്ഥസാരഥി ഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വതന്ത്ര ശ്രീകോവിലിൽ മതിൽക്കകത്ത് പരമാനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് കുടികൊള്ളുന്നു. ചതുർഭുജ വിഷ്ണു വിഗ്രഹത്തിൽ ഭഗവാൻ പരിലസിക്കുന്ന ചതുര ശ്രീകോവിലിനു മുമ്പിൽ നമസ്കാര മണ്ഡപമുണ്ട്. അയ്യപ്പസ്വാമി, നാഗദൈവങ്ങൾ എന്നിങ്ങനെ മറ്റ് ഉപദേവതമാരും ഈ ക്ഷേത്ര മതിൽക്കകത്തുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം പോലെ തന്നെ പ്രത്യേക ഉത്സവം, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവയൊന്നും ഇവിടെയില്ല. ശിവരാത്രി തന്നെയാണ് പ്രധാന ആഘോഷം. ശിവരാത്രിക്ക് മുന്നോടിയായി നടക്കുന്ന 10 ദിവസത്തെ രുദ്രാഭിഷേകം ശിവരാത്രി ദിനത്തിൽ സമാപിക്കുന്നു. കർക്കടകത്തിൽ ലക്ഷാർച്ചന 3 ദിവസമായി നടക്കാറുണ്ട്. മഹാദേവന് ധാരയും ദേവിക്ക് മഞ്ഞൾപ്പൊടി അഭിഷേകവും പ്രധാനമാണ്. വേറെയും നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ദേവശില്പങ്ങൾ സഹിതമുള്ള ക്ഷേത്ര ഗോപുരം അതിമനോഹരമായ പ്രൗഢഗംഭീരമായൊരു നിർമ്മിതി തന്നെയാണ്. ഇവിടെ വാഴും ഭഗവാന് രൗദ്രഭാവമാണ് ഉള്ളത് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. നക്ഷത്ര വൃക്ഷങ്ങൾ അടക്കം പലവിധ സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ ഏകദേശം 2 ഏക്കറോളം വിസ്തീർണമുള്ള ക്ഷേത്ര മതിൽക്കകവും പ്രദക്ഷിണ വഴിയും നടപ്പുരയും അതീവ വൃത്തിയായി ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ പൂങ്കാവനം എന്ന് നാമധേയമുള്ള പൂന്തോട്ടം പലവിധ പുഷ്പങ്ങളാലും സസ്യങ്ങളാലും സമ്പുഷ്ടമാണ്. അതിമനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണിത്. 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഈ മഹാദേവ ക്ഷേത്രം പഴമയുടെ പ്രൗഢിയും ശിവതത്വത്തിൻ്റെ മഹിമയും വിളിച്ചോതുന്നുണ്ട്. ഈ സർവ്വജഗത്തിൻ്റെയും പിതാവും മാതാവും വാണരുളുന്ന ഈ പുണ്യഭൂമി നിറഞ്ഞ വാത്സല്യവും സംരക്ഷണയും ധൈര്യവും തന്നെയാണ് പങ്കുവച്ചത്. ഉച്ചരിച്ച എല്ലാ അക്ഷരങ്ങളും ഭഗവാന്റെയും ഭഗവതിയുടെയും പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. പ്രഭോ ശൂലപാണി വിഭോ വിശ്വനാഥ മഹാദേവ ശംഭോ മഹേശ ത്രിനേത്ര ശിവാകാന്ത ശാന്തസ്മരാരെ പുരാരെ ത്വധന്യോ വരണ്യോ നമന്യോ നഗണ്യ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിട. ഓം നമഃ ശിവായ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.